ജീവിതത്തിൽ ആർക്കും മുന്നിൽ മുഖം മറച്ച് നടക്കില്ല. അത്രയ്ക്ക് ലജ്ജിപ്പിക്കുന്നൊന്നും അഴകത്ത് സുമംഗല ചെയ്യില്ല. വെൽ, ഇറങ്ങാം. മാഡം, പ്രതി കുറ്റസമ്മതം നടത്തിയോ? ഇല്ല, പോലീസിന് മുന്നിൽ അവർ കുറ്റം നിഷേധിക്കുകയായിരുന്നു. ഇത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാ. കുറ്റം നിഷേധിച്ചെന്ന് കരുതി വെറുതെ വിടാമോ? വെറുതെ വിടുന്നത് ശിക്ഷിക്കുന്നതൊക്കെ കോടതിയല്ലേ? മാഡം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ സംസാരിക്കുന്നു. അഴിമതിക്ക് കൂട്ടുനിൽക്കാണോ? ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. സർക്കാരിന്റെ 1 ഇഞ്ച് ഭൂമിയോ സർക്കാരിന്റെ സൗകര്യങ്ങളോ ആവശ്യപ്പെടാതെ ഇവരുടെ പല സ്ഥാപനങ്ങളിലായി ജോലി ചെയ്യുന്ന 200ഓളം തൊഴിലാളി കുടുംബങ്ങളെ കഴിഞ്ഞ 28 വർഷമായി സംരക്ഷിക്കുന്ന ഒരു സ്ത്രീയോട് തോന്നുന്ന മതിപ്പ് ഞാൻ മറച്ചുവെക്കുന്നില്ല. എന്നുവെച്ച് ഇവർ കുറ്റവാളിയാണെങ്കിൽ നിയമത്തിന്റെ ഒരു പരിരക്ഷയും ഇവർക്കുണ്ടാവുകയുമില്ല. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ഇനി ഒരുപക്ഷെ ഇവർ നിരപരാധിയാണെങ്കിൽ കോടതി വെറുതെ വിട്ടുവെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനും ഈ താല്പര്യം കാണിക്കണം. നിങ്ങൾ കള്ളന്റെയും കൊലപാതകയുടെയും അഭിസാരികയുടെയും ഒക്കെ ജീവചരിത്രം വരെ വർണ്ണിച്ച് പൊതുജന മധ്യത്തിൽ അവതരിപ്പിക്കാറുണ്ട്. ആഴ്ചപ്പതിപ്പുകൾക്ക് കവർ ചിത്രങ്ങളും ആക്കും. തിളങ്ങുന്ന സാരിക്കും ഷർട്ടിനും ചുരിദാറിനുമൊക്കെ അകത്തിരിക്കുന്ന മൃഗങ്ങളെ തിരിച്ചറിയാനാവാതെ പാവം പൊതുജനമെന്ന കഴുത അവരെ ആരാധനമൊത്ത് തോളിലേറ്റി കൊണ്ടു നടക്കുകയും ചെയ്യും. ആ അവസ്ഥ ഇനിയെങ്കിലും ആവർത്തിക്കരുത്. ഈ സ്ത്രീ കുറ്റവാളിയാണെങ്കിൽ നിങ്ങളത് റിപ്പോർട്ട് ചെയ്തോളൂ. മറിച്ച് നിരപരാധിയാണെങ്കിൽ അതും ബ്രേക്കിംഗ് ന്യൂസ് ആക്കണം. ഇറങ്ങാണോ വക്കീലെ? അതെ, 10:30 ആയില്ലേ? 11-നാണ് കോടതി. എന്റെ വണ്ടി പോവാം. അത് വേണ്ട, ഞാൻ എന്റെ വണ്ടി വരാം. ഇന്ന് ഞാൻ കൊണ്ടുപോവാം വക്കീലെ. നിങ്ങൾ അടുത്തുള്ളപ്പോ എനിക്കൊരു സമാധാനമാണ്. ഇങ്ങനെ പേടിച്ചാലോ? ഒന്നും സംഭവിക്കില്ലെന്ന് വിചാരിക്കേ. അപ്പോ ജാമ്യം കിട്ടുമല്ലേ? അങ്ങനെ വിശ്വസിച്ചാ ഈ ടെൻഷൻ ഉണ്ടാവില്ല. എന്റെ അമ്മയും ഉണ്ണിയാമ്മയും ഞങ്ങളുടെ ജീവിതം. അവരെ പുറത്തിറക്കി തരണം. വക്കീലിന്റെ വാക്കുകളില്ല ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷ. ഞാൻ ശ്രമിക്കാം. ഞാൻ മാക്സിമം ശ്രമിക്കാം. കവിത, എന്തായി സോളമ? രണ്ടുപേരെയും കോടതിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. കോടതി കൂടിയ ആദ്യം തന്നെ കേസ് പരിഗണിക്കുന്ന വക്കീല് പറഞ്ഞത്. അതല്ലാതെ എന്തു പറഞ്ഞു അയാള്? ജാമ്യം എങ്ങാനും കിട്ടിപ്പോയാ നമ്മുടെ സകല പദ്ധതിയും പൊളി. ജാമ്യം കിട്ടില്ല, ആ രീതിയിൽ വാദിക്കില്ല വക്കീല്. അതിന് തക്ക തുക ഓഫർ കൊടുത്തിട്ടുണ്ട്. സോളമൻ എന്ത് വിവരം അറിഞ്ഞാലും ഉടൻ തന്നെ എന്നെ അറിയിക്കണം. ഞാൻ അറിയിക്കേണ്ടി വരില്ല കവിത. ചാനലുകാരും പത്രക്കാരും ഒക്കെ കോടതി പരിസരത്ത് തന്നെയുണ്ട്. TV-യിൽ നോക്കിയിരുന്നാ മതി, ന്യൂസ് കൃത്യമായിട്ട് അവർ പുറത്തു വിട്ടോളും. ഇന്നലെ അറസ്റ്റ് ചെയ്ത അഴകത്ത് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഉടമ സുമംഗല ദേവിയെയും സഹോദരൻ കുഞ്ഞികൃഷ്ണ മേനോനെയും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കോടതിയിൽ ഹാജരാക്കും. മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയ കേസിൽ പ്രതികൾ ഇന്ന് ജാമ്യാപേക്ഷ സമർപ്പിക്കും. കോടതി പരിസരത്തെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമെന്നറിഞ്ഞ് വൻ ജനാവലി തന്നെ കോടതി പരിസരത്ത് തടിച്ചുകൂടിയിട്ടുണ്ട്. ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ നീണ്ട നിര തന്നെ ഇവിടെ കാണാം. ജാമ്യമൊന്നും കിട്ടില്ലായിരിക്കും അല്ലേ മോളെ? എവിടെ കിട്ടാൻ? അകത്ത് പോകും. ഇല്ല, കോടതിക്ക് സത്യം ബോധ്യപ്പെടും. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി സർക്കാരിനെയും ചില സ്വകാര്യ വ്യക്തികളെയും വഞ്ചിച്ച് അഴകത്ത് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീമതി സുമംഗല ദേവിയെയും സഹോദരൻ കുഞ്ഞികൃഷ്ണ മേനോനെയും കോടതിയിൽ ഹാജരാക്കി. ഇരുവരുടെയും ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും. ഈശ്വര, അമ്മയ്ക്ക് ജാമ്യം അനുവദിക്കണേ, അമ്മയെ രക്ഷിക്കണേ ഭഗവാനെ.
പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? തെറ്റ് ചെയ്തിട്ടില്ലെന്ന് കോടതിക്ക് ബോധ്യം വരണ്ടേ? ബോധ്യം വന്നോളും. അതിനു വേണ്ടിയിട്ടല്ലേ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിനിപ്പോ മജിസ്ട്രേറ്റ് കോടതിയിലാണോ ജോലി? അങ്ങനെ കളിയാക്കരുത്. ഈശ്വരൻ അറിയാതെ ഒന്നും സംഭവിക്കില്ല. കളിയാക്കട്ടെ മമ്മി, അതിന്റെ പാപം അവൾക്ക് തന്നെ കിട്ടിക്കോളും. എന്ത് പാപം കിട്ടാനാടി? പിന്നെ ദൈവം ഞാൻ കളിയാക്കുന്നുണ്ടോന്ന് നോക്കി ഇരിക്കയല്ലേ? കാശുണ്ടോ കാശ്? ഒരമ്പലം കെട്ടി ഞാൻ ദൈവത്തെ വിലയ്ക്ക് വാങ്ങി കാണിക്കാം. ഈശ്വര, ഇവള് പറയുന്നതൊന്നും കേക്കല്ലേ. എന്റെ അമ്മയെ രക്ഷിച്ചോണേ. എന്തായി കുഞ്ഞെ, ജാമ്യം കിട്ടിയോ? കോടതി കൂടിയിട്ടേ ഉള്ളൂ. കേസ് വിളിച്ചോന്നറിയില്ല. ജാമ്യം കിട്ടുമായിരിക്കും അല്ലേ മോനെ? കിട്ടേണ്ടതാണ് പിള്ളേച്ച. കിട്ടണേന്ന് പ്രാർത്ഥിക്കാം. വക്കീല് നല്ല ഉറപ്പ് തന്നിട്ടുണ്ട്. പ്രതീക്ഷിക്കാം. മുക്കുപണ്ടം കള്ളനോട്ട് തട്ടിപ്പ് കേസിൽ കോടതിയിൽ ഹാജരാക്കിയ പ്രതികൾക്ക് കോടതി ജാമ്യം നിഷേധിച്ചു. കള്ളനോട്ട് കേസിലെ പ്രതി കുഞ്ഞികൃഷ്ണ മേനോനെ കൂടുതൽ തെളിവെടുപ്പിനായി 4 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തു. അഴകത്ത് ഗ്രൂപ്പ് ഓഫ് കമ്പനി ഉടമ സുമംഗല ദേവിയെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. എന്നാലും വക്കീലെ, ഇങ്ങനൊരു വിധി വക്കീൽ എന്നോട് ഉറപ്പ് പറഞ്ഞു. ഞാനും ഉറച്ചു വിചാരിച്ചതാ. ഒരു ലൂപ്പ് ഹോളും ഇല്ലാതെ വാദിച്ചതാ. പക്ഷേ കോടതിക്ക് എന്തോ ജാമ്യം കൊടുക്കാൻ തോന്നിയില്ല. പ്രതികൾ ഉന്നതങ്ങളിൽ സ്വാധീനമുള്ളവരാണെന്ന വാദം കോടതി ശരിവെച്ചു. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? കുഞ്ഞുണ്ണിയേട്ടന് 4 ദിവസമാണ് പോലീസ് കസ്റ്റഡി. അത് കഴിഞ്ഞ് ഹാജരാക്കുമ്പോൾ ജാമ്യം എടുക്കാം. അഴകത്തമ്മയ്ക്ക് 14 ദിവസമാണ് റിമാൻഡ്. റിമാൻഡ് എന്ന് പറയുമ്പോ ഈ സബ് ജയിലല്ലേ? അതെ. ഉലിയാമേ, അമ്മ വരണ്ട്. 14 ദിവസം ധൈര്യം കൊടുക്കണം. നീ പുറത്തുണ്ടായിരുന്നോടാ? എന്താടാ ഇത്? ഒരുത്തനായ ചെറുക്കന് നിന്ന് കരയുന്നുണ്ടോ? 14 ദിവസം ദാന്നങ്ങ് പോവും. നീ വേണം വീട്ടില്. ഒരു കാര്യത്തിനും കുറവ് വരാതെ വീട് നോക്കണം. എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്റെ അമ്മേ. ഏയ്, വൈരാഗ്യം തീർക്കാൻ നിങ്ങൾ എനിക്ക് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അമ്മയെ പോലീസുകാർ കൊണ്ടുപോകുമ്പോ മക്കൾ റിയാക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് റിയാക്ട് ചെയ്യും? ഈ റിമാൻഡ് എന്ന് പറയുന്നത് ശിക്ഷയല്ല. റിമാൻഡ് ചെയ്യപ്പെടുന്ന പ്രതി കുറ്റവാളിയുമല്ല. സോ ഡോണ്ട് വറി. ജയിലിൽ അമ്മയ്ക്ക് സൗകര്യങ്ങളുണ്ടാവും. പോകാം. അരവിന്ദ, ആരാ നമ്മളെ ചതിച്ചതെന്നറിയണം. ഇവിടം കൊണ്ടൊന്നും അവസാനിക്കരുത്. ഇവിടുന്ന് തുടങ്ങണം.
കോടതിക്ക് എന്ത് ബോധ്യപ്പെടുമെന്നാ പറഞ്ഞേ? സത്യോ? ബോധ്യപ്പെട്ടു, ശരിക്കും ബോധ്യപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ അവരകത്തു പോകുമെന്ന്. ആരെ വേണേലും പറ്റിക്കാം, കോടതിയെ പറ്റിക്കാൻ പറ്റുമോ? ഇതൊക്കെ വലിയ ക്രിമിനൽ കേസല്ലേ അമ്മേ? കള്ളക്കൂട്ടങ്ങളായല്ല. ഇപ്പൊ റിമാൻഡ് ചെയ്തല്ലേ ഉള്ളൂ. ഇനി ശിക്ഷ വരുമ്പോഴല്ലേ കുറഞ്ഞത് ഒരു 10 വർഷമെങ്കിലും അകത്ത് കിടക്കാം. അതെ. അഴകത്തുകാരും നിങ്ങൾക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, നിങ്ങളെ കണ്ടിട്ട് പോലുമില്ല. എന്നിട്ടും ഒരു ശത്രുവിനോടെന്ന പോലെ എന്തിനാ ഈ പറച്ചില്? അവിടെയുള്ളവരൊക്കെ തറവാട്ടുകാരാണെന്ന് നീ പറഞ്ഞതുകൊണ്ട് ആ തറവാട്ട് മഹിമ പറഞ്ഞതാ ഞങ്ങള്, അല്ലേ അമ്മേ? പിന്നല്ലാതെ. തറവാട്ടുകാരാ ഗീതേച്ചി, നല്ല തറവാട്ടുകാരാ. അത് തെളിയും. ചിലപ്പോ അതിന് ദിവസങ്ങളോ മാസങ്ങളോ ഒക്കെ എടുത്തു വന്നിരിക്കും. പക്ഷേ എത്ര ശ്രമിച്ചാലും സത്യത്തെ മൂടി വെക്കാൻ പറ്റില്ല. ഇത്രയൊക്കെ ആയിട്ടും അവരെ നീ കുറ്റം പറയുന്നില്ലല്ലോ. ഇല്ല, എനിക്കവരെ കുറ്റം പറയാൻ പറ്റില്ല. എന്റെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് അഴകത്തമ്മ. അവരുടെ മോനോ? ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. മുൻപ് പറഞ്ഞത് തന്നെ അതിന്റെ ഉത്തരം. സർ, ദാ സർ, അത് കൊണ്ടുവയ്ക്കോളൂ. എന്താ ബലമണിത്? എന്റെ ആഭരണങ്ങളാ. ഞാൻ എന്തായാലും ഇത് ഉപയോഗിക്കുന്നില്ല. ഇത് വിറ്റ് കിട്ടുന്ന പണം കൂടിയായാൽ അത്രയും കുറച്ച് അന്വേഷിച്ചാൽ മതിയല്ലോ. അമ്മ എങ്ങനെങ്കിലും ജാമ്യത്തിൽ ഇറക്കണം സർ. ബലമണിത് വെച്ചേ. അതെന്താ, എന്റെ കയ്യിൽ നിന്നൊന്നും വാങ്ങിക്കില്ല എന്നാണോ? എന്നല്ല ബലമണി, നിന്റെ മനസ്സിന് പകരം വെക്കാൻ ഒന്നുമില്ല. പക്ഷേ ഇതുകൊണ്ടൊന്നും കടം വീട്ടാൻ പറ്റില്ല, കോടികൾ വേണം. ഇതുണ്ടെങ്കിൽ ബാക്കി അന്വേഷിച്ചാൽ മതിയല്ലോ സർ. ആ മതി. എന്നാലും ഇതിവിടെ ഇരിക്കട്ടെ. തികയാതെ വന്നാ എപ്പോഴേലും എടുക്കാലോ. സർ, സത്യം, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടല്ല. ആവശ്യം വന്നാ ആദ്യം ഞാൻ ഇവിടെ വരും. വേറെ പല മാർഗങ്ങളും നോക്കിയിട്ടുണ്ട്, അതൊക്കെ നടക്കും നോക്കട്ടെ. ഇതെപ്പോഴും അമ്മയ്ക്ക് വേണ്ടി ഇവിടെ കാത്തു വെച്ചിട്ടുണ്ടാവും. വേറൊന്നുമില്ല എൻ്റെ കയ്യിൽ, മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനയല്ലാതെ. നമുക്ക് പോവാം മമ്മി, അതാ നല്ലത്. അമ്മയില്ലാതെ എനിക്കിവിടെ നിൽക്കാൻ വയ്യ. അങ്ങോട്ട് മാറുമ്പോഴും ഇങ്ങോട്ട് മാറുമ്പോഴൊക്കെ അമ്മയുടെ ഓർമ്മയാ മനസ്സിൽ. അരവിന്ദനോട് പറയണ്ടേ മോളെ? ഞാൻ ഫോണിൽ വിളിച്ചു പറഞ്ഞു. ആ പോവാ? നീ എന്നെ പേടിച്ചിട്ടാണോ പോകുന്നേ? എനിക്കാരെയും പേടിയൊന്നുമില്ല. പക്ഷേ അമ്മയായിരുന്നു എന്റെ ബലം. വഴക്ക് കൂടുമെങ്കിലും അമ്മയ്ക്കുള്ളിൽ എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു. നിന്നോടതില്ലല്ലോ. ആരുടെ ഇഷ്ടം എനിക്ക് ആവശ്യമില്ല. ഇഷ്ടം ചില സമയത്ത് വലിയ ഭാരമാവും. എന്റെ മോള് പോയി കഴിഞ്ഞാ നിനക്ക് സന്തോഷാവുമല്ലോ. അല്ല, ഞാൻ ഇവിടെ ഇരുന്ന് കരയാം. നീ ഒന്നും ചെയ്യണ്ട. ഇനി നിന്റെ ഭരണം ആയിക്കോ ഇവിടെ. എന്നെ അങ്ങ് വിട്ടേക്ക്. കണ്ടില്ലേ, നീ പോകുന്നറിഞ്ഞപ്പോ അവളുടെ ഒരു സന്തോഷം. സന്തോഷിക്കട്ടെ മമ്മി, അവളെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ. അമ്മ ജയിലിൽ കിടന്ന് നരകിക്കുമ്പോ ഞാൻ സന്തോഷിക്കാൻ പാടില്ല. അമ്മയ്ക്ക് ജാമ്യം കിട്ടുമെന്ന് തന്നെയായിരുന്നു എൻ്റെ വിശ്വാസം. നമ്മുടെ വിശ്വാസം പോലെ എല്ലാം നടക്കണമെന്നില്ലല്ലോ അനന്തു. ഒന്നാമത് ഇതത്ര ചെറിയ കേസല്ല. കള്ളനോട്ട് കൊടുക്കാൻ നോക്കിയതും മുക്കുവണ്ടം വിറ്റതും വലിയ കുറ്റം തന്നെയാ. പ്രതികളെ പുറത്തു വിടില്ല. അമ്മയ്ക്ക് പറ്റിയത് വലിയ അബദ്ധമായി പോയി. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നാ ഞാനും അതാ ആലോചിക്കുന്നത്. അറപ്പുരയിലിരുന്ന് ഒറിജിനൽ സ്വർണ്ണ എവിടെ പോയി?
ആരാ അതെടുത്തത്? ആവോ, എനിക്കറിയില്ല. പിന്നെ ആർക്കറിയാമായിരിക്കും? 2 തലമുറകളായിട്ട് അവിടെ ഇരിക്കുന്ന ആഭരണങ്ങളാ. ഇതിന്റെ ഇടയിൽ ആരെ എടുത്ത് മാറ്റിയെന്നൊന്നും അറിയാൻ പറ്റില്ല. അത് വെറുതെ. ഒരുപാട് കാലങ്ങളൊന്നും മുക്കുപണ്ടങ്ങൾ കളർ പോവാതിരിക്കില്ല. ഇരിക്കും. ഉപയോഗിക്കാതെ സൂക്ഷിച്ച എത്ര കാലം വേണമെങ്കിലും അങ്ങനെ ഇരിക്കും. ഓ, അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് അനന്തുവിന് അറിയാല്ലേ? എന്താ, നിനക്ക് എന്നെയാണോ സംശയം? ആരെ വേണമെങ്കിലും സംശയിക്കാലോ. ആരും എടുക്കാതെ സ്വർണം തനിയെ നടന്നൊന്നും പോയില്ലല്ലോ. ഞാനല്ല, ഞാനൊന്നും എടുത്തിട്ടുമില്ല. മറ്റുള്ളവരോ? എനിക്കൊന്നും അറിയില്ല കവിത. ആരാ എടുത്തെന്നൊക്കെ ഞാനെങ്ങനെ പറയാനാ? എന്തായാലും പഠിച്ച ഒരു കള്ളൻ ഈ വീട്ടിൽ തന്നെയുണ്ട്. അഴകത്തമ്മ അകത്ത് പോയിട്ടും കുലുങ്ങാതെ സ്വർണം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള്. അവനാണ് യഥാർത്ഥ വില്ലൻ. മോനെ, അമ്മയ്ക്ക് എന്തു പറ്റിയടാ? എല്ലാം അറിഞ്ഞില്ലേ അമ്മ? അറിഞ്ഞു. ടിവിയിലും പത്രത്തിലും ഒക്കെ വാർത്തയാ. എന്ത് അബദ്ധമാ മോനെ പറ്റിയത്? ആരാന്നറിയില്ല അമ്മേ. ആരോ ചതിച്ചു. വളരെ പ്ലാൻഡ് ആയിട്ട് കരുതിക്കൂട്ടി അമ്മയും ഉണ്ണിയമ്മയും ജയിലാക്കിയതാ. ആരാ മോനെ? ഓരായാലും ജീവിച്ചിരിക്കരുത്, അവൻ കൊന്നുകളയണം. ആരാന്നറിയണ്ടേ അമ്മേ? ആരായാലും പുറത്തുനിന്നല്ല, അകത്തുനിന്നാ അപകടം. മോനെ, അകത്തു നിന്നെന്ന് പറയുമ്പോ കവിതയാണോ മോനെ? അതിനൊരു സാധ്യതയുണ്ട്. പക്ഷേ അതിന് മാത്രമല്ല സാധ്യത. മറ്റാരെങ്കിലും ആണെങ്കിലോ? അമ്മ ജയിലിലാണോ? സബ് ജയിലില് 14 ദിവസം. പുറത്തിറക്കാൻ ഇനി എന്തു ചെയ്യാൻ പറ്റും? റിമാൻഡ് കാലാവധി കഴിഞ്ഞ് ജാമ്യം എടുക്കാം. പക്ഷേ ജാമ്യം കിട്ടണമെങ്കിൽ ഈ ബാധ്യതയൊക്കെ തീർക്കേണ്ടി വരും. എത്ര രൂപയാവും മക്കളെ? ഒരുപാട് കാശാവും. അതുണ്ടാക്കണം. ദാ, ഇതെന്റെ വീടിന്റെ പ്രമാണ. ഇത് പണയം വെക്കോ അല്ലെങ്കിൽ വീടങ്ങ് വിൽക്കുകയോ ചെയ്യും. അല്ലാതെ ഇപ്പൊ കാശായിട്ട് അമ്മയുടെ കയ്യിൽ എവിടുന്ന? ഇത് മതി. ഇങ്ങനെ പറയാനുള്ളൊരു മനസ്സ് മതി. എൻ്റെ അമ്മയ്ക്ക് ജാമ്യം കിട്ടും. നോക്കി പിടിപ്പിക്കുന്നേ? അഴകത്തമ്മേ സത്യമുള്ള സ്ത്രീയാ. കേസും കോടതിയും തെളിവെടുപ്പൊന്നും ഇല്ലാതെ ഞാൻ പറയാം. ജീവിതത്തിൽ അവർ സത്യം വിട്ട് ഒരു കാര്യവും ചെയ്യില്ല, ആരെയും ചതിക്കില്ല. ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ? നിന്നോടാ പറയണ്ടേ. മനസ്സിൽ നന്മയുള്ള ഒരു ദൈവത്തോടടുത്തവരാ. അവരെ ചതിക്കോ വഞ്ചിക്കോ ചെയ്താ ദൈവകോപം ഉണ്ടാവും. അതിനിപ്പോ ആരാ ഇവിടെ ചതിച്ചത്? അതെനിക്കറിയില്ല. നിന്റെ കൈ ചതിയും വഞ്ചനയൊക്കെ ഉള്ളത് കൊണ്ട് പറഞ്ഞതാ. ഇത് കേൾക്കുന്നുണ്ടോ അനന്തു? എന്നെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യാ ഇവര്. കുറെ കാലമായി ഞാനിത് സഹിക്കുന്നു. ഇവരുടെ വായിലിരിക്കുന്ന കേൾക്കേണ്ട കാര്യം എന്താ എനിക്ക്? ഞങ്ങൾ ഇവിടെ ആകെ പ്രശ്നത്തിലിരിക്കുക. അതിനിടയിൽ നിങ്ങളും കൂടെ വന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഞാനൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. പക്ഷെ മോനൊരു കാര്യം ഓർക്കണം. നിന്നെ പെറ്റുവളർത്തിയ അമ്മയാ അഴിയെണ്ണി കിടക്കുന്നത്.
ആ നെഞ്ചിലെ വാത്സല്യ നിന്നെ ഇവിടെ വരെ എത്തിച്ചത്. ആ അമ്മയെ പോലീസ് കൊണ്ടുപോയി ജയിലിലടച്ചത് ഒരു പ്രശ്നം മാത്രമല്ല മോനെ, വേദനയാവണം.